ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹാബിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ഇക്കത്ത് മെറ്റീരിയലുമായിട്ടാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം, നമ്മുടെ പോച്ചമ്പള്ളി മെറ്റീരിയൽസ്. പോച്ചമ്പള്ളി തന്നെയാണ് ഇക്കത്ത് എന്ന് പറയുന്നത്. ഇക്കത്ത് മെറ്റീരിയൽസ് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇതിൻ്റെ കോപ്പി പീസസ് അവൈലബിൾ ആണ്. ഈ കോപ്പി പീസ് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞു തരാം. കോപ്പി പീസ് എന്ന് വരുന്നത് അത് പ്രിന്റഡ് ഫാബ്രിക് ആയിരിക്കും. അതിൻ്റെ പുറമേയുള്ള ഭാഗത്ത് ഡിസൈനും വരും. നമ്മൾ ബാക്ക് പോർഷൻ നോക്കുമ്പോൾ ചെറിയൊരു വൈറ്റ് ഷെയ്ഡിൽ ഒരു ഡൾ ഷെയ്ഡിലാണ് വരുന്നത്. പക്ഷേ ഒറിജിനൽ മെറ്റീരിയൽ ആണെങ്കിൽ രണ്ട് സൈഡും ഒരേപോലെ ഡിസൈൻ വരും. അത് ഹാൻഡ് വീവൺ ആണ്. നമ്മുടെ മെറ്റീരിയൽ എല്ലാം തന്നെ ഒറിജിനൽ മെറ്റീരിയൽ ആണ്, ഹാൻഡ് വീവൺ മെറ്റീരിയൽ ആണ്. നമുക്കവയൊന്ന് കണ്ടാലോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ മെറ്റീരിയൽ. നല്ല ബ്രിക്ക് റെഡ് കളറിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിൽ ഇക്കത്ത് വീവിംഗ് ആണ്, ഇക്കത്ത് ഡിസൈൻ ആണ് വീവ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്കിൻ്റെയും ഒരു ക്രീം കളറിൻ്റെയും ഡിസൈൻ ആണ് ഓൾ ഓവർ വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ആ ത്രെഡ്സ് എല്ലാം വീവ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ ഹ്യൂമൻ എഫേർട്ട് ഒരുപാട് വരുന്നുണ്ട്. ഒരു ബ്രിക്ക് റെഡിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനുള്ള മെറ്റീരിയലാണിത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഫാബ്രിക് ആണ്. നമുക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടുള്ള ഫാബ്രിക് ആണിത്. ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. ബോട്ടം നല്ല പ്യുവർ കോട്ടൺ ആണ് ബോട്ടം കൊടുത്തിരിക്കുന്നത്. 2 മീറ്ററാണ് നമുക്ക് ബോട്ടം ലെങ്ത് വരുന്നത്. ഈ മെറ്റീരിയലിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നതും നല്ല പ്യുവർ കോട്ടണിലാണ്. ദുപ്പട്ടയും ഹാൻഡ് വീവൺ ആണ്. ഇതിനൊരു ബോർഡർ വന്നിട്ടുണ്ട്. നമ്മുടെ ആ പോച്ചമ്പള്ളിയുടെ തനതായ ഡിസൈനിലുള്ള ബോർഡർ ആണ് വന്നിരിക്കുന്നത്. മെറൂൺ ഷെയ്ഡിലാണ് നമ്മുടെ ബോർഡറിൽ ഇക്കത്ത് ഡിസൈൻ വന്നിരിക്കുന്നത്. എൻ പോർഷനിൽ നമ്മുടെ ടോപ്പിൽ വന്നിരിക്കുന്ന സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ആ ഒരു വീവൺ ചെയ്തിരിക്കുന്ന ത്രെഡ്സ് എല്ലാം കൂടി ഒന്ന് കെട്ടി ഒരു ഡിസൈൻ ആയിട്ട് എൻഡിൽ വരുന്നുണ്ട്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് ബ്രിക്ക് റെഡിന്റെയും ബ്ലാക്കിന്റെയും. നല്ല അടിപൊളി നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് ഈ മെറ്റീരിയൽ. എങ്ങനെയുണ്ട് ഈ മെറ്റീരിയൽ? എനിക്ക് ഓരോ മെറ്റീരിയൽ കാണുമ്പോഴും കൺഫ്യൂഷൻ ആണ്, ഇതിൽ ഏറ്റവും നല്ലത് ഏതാണെന്ന്. അങ്ങനെ തോന്നുന്ന മെറ്റീരിയൽ ഒന്നാണിത്. നല്ല ആഷ് കളറിലാണ് ഇത് വരുന്നത്. ഇതിൽ ഒരു വൈറ്റിൻ്റെയും ഒരു ഓഫ് വൈറ്റിൻ്റെയും കോമ്പിനേഷനിലുള്ള ഇക്കത്ത് ഡിസൈൻ ആണ് വരുന്നത്. ഒരു എന്താ പറയുക, ആഷിൻ്റെ കളർ തന്നെയാണ് കേട്ടോ. ആഷിലും ഒരു വൈറ്റ് ത്രെഡിൻ്റെ വീവിങ്ങും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഓൾ ഓവർ നമ്മുടെ ഇക്കത്ത് ഡിസൈൻ ആണ് വരുന്നത്. ടോപ്പ് ഫാബ്രിക് 2.5 മീറ്റർ ആണ് വരുന്നത്. നല്ല മെറ്റീരിയൽ ആണെന്ന് ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാരണം, ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ്. അപ്പം ഞാൻ ഇട്ടിരിക്കുന്നതും ഇക്കത്ത് എൻ്റെ ഒരു ഡ്രസ്സാണ്. ഇതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ല മാംഗോ യെല്ലോ കളറാണ്. ബോട്ടം നമുക്ക് 2 മീറ്റർ ആണ് വന്നിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് ആഷിൻ്റെയും ഈ മാംഗോ യെല്ലോയുടെയും. നമ്മുടെ ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കോമ്പിനേഷനിലാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ആ ഒരു മാംഗോ യെല്ലോയുടെയും ആഷിൻ്റെയും കോമ്പിനേഷനാണ്. പിന്നെ ബോർഡേഴ്സ് ഉണ്ട്. ബോർഡേഴ്സ് ഒരു ബ്ലാക്കിഷ് ഷെയ്ഡിലാണ് വരുന്നത്. അതിൽ യെല്ലോയുടെയും വൈറ്റിൻ്റെയും ഇക്കത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇത് ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. മാത്രമല്ല, ഇങ്ങനൊരു ഡ്രസ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇട്ടാലും പുതിയതുപോലെ ഇരിക്കും. ഗ്രീൻ കളറിലാണ് ഈ ഇക്കത്ത് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിലും യെല്ലോയുടെയും മാംഗോ യെല്ലോയുടെയും വൈറ്റിൻ്റെയും ഒരു ഡിസൈൻ ആണ് വരുന്നത്. ഒരു വേവ് ഡിസൈൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതും നല്ല ഭംഗിയുള്ള, എന്ന് വെച്ചാൽ ഈ ഇക്കത്ത് ഫാബ്രിക്കിൻ്റെ എല്ലാം ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല കോൺട്രാസ്റ്റ് കോമ്പിനേഷൻസിനാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ബോട്ടവും മാംഗോ യെല്ലോ കളറാണ് വരുന്നത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുണ്ട്. നല്ല കോട്ടൺ ബോട്ടമാണ് ഈ മെറ്റീരിയലിൽ പെയർ ചെയ്തിരിക്കുന്നത്. ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കോമ്പിനേഷനിൽ ഹാൻഡ് വീവൺ ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഈ മെറ്റീരിയലിൽ പെയർ ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ദുപ്പട്ടയാണ്. എത്ര ഹൈറ്റ് ഉള്ളവർക്ക് വേണമെങ്കിലും നല്ല ലെങ്ത് കിട്ടുന്ന ദുപ്പട്ടയാണ് ഈ മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലാണ് ഈ ഇക്കത്ത് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇതിൽ ഡിസൈൻസ് 2 ടൈപ്പ് ഡിസൈൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മുടെ വൈറ്റിൻ്റെയും റെഡിൻ്റെയും കോമ്പിനേഷനും ഒരു വൈറ്റിൻ്റെയും ഗ്രീനിൻ്റെയും കോമ്പിനേഷനിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഓൾ ഓവർ ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത്. ഫ്രണ്ടും ബാക്കും സെയിം ഡിസൈൻ തന്നെയാണ് വീവ് ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കോപ്പി പീസും ഒറിജിനൽ പീസും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളത്. നമ്മൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ പുറം വശം ഇതാണ്. ഇതിൻ്റെ ബാക്ക് പോർഷൻ എന്ന് പറഞ്ഞാൽ സെയിം വീവൺഡ് ആയിട്ടുള്ള സെയിം ആ ഒരു ഡിസൈൻ തന്നെ. നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ടൈലേഴ്സിന് അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ അകം ഏതാണ് പുറം ഏതാണെന്ന്. ഇപ്പം അങ്ങനെയുള്ള നല്ല ഒറിജിനൽ മെറ്റീരിയലാണിത്. ഇതിന് കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്നത് റെഡ് കളറാണ്. നല്ല റെഡ് കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത്. നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം.
ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ദുപ്പട്ടയും വന്നിരിക്കുന്നത്. നല്ല ലെങ്തി ദുപ്പട്ടയാണ്. ഒരു ഡാർക്ക് മെറൂൺ കളറിലുള്ള ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ആ ബോർഡറിലും ഒരു ഇക്കത്ത് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. എൻഡ് പോർഷനിൽ ആ ഒരു ത്രെഡിന്റെ ആ ഒരു നോട്ട് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു ട്രഡീഷണൽ ഐറ്റം ആണ് ഇക്കത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരെണ്ണം എല്ലാവരുടെയും വാർഡ്രോബിൽ വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ഒരു ഇക്കത്ത് മെറ്റീരിയലാണ് ഇത്. വൈറ്റ് കളറുള്ള ഇക്കത്ത് മെറ്റീരിയലാണിത്. ഇതിൽ റെഡ് കളറിന്റെയും ഒരു ബ്ലാക്ക് കളറിന്റെയും ഇക്കത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ബ്ലാക്കിന്റെയും റെഡിന്റെയും കോമ്പിനേഷൻ ആ വൈറ്റ് കളറിൽ വന്നപ്പോഴത്തേക്ക് വളരെ നല്ല ഭംഗിയായിട്ടുണ്ട്. നല്ല ഒരു കോമ്പിനേഷനാണ് ഈ വന്നിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇതൊക്കെ ഇട്ടാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അവരുടെ ആ ഒരു പ്രൊഫഷന് നല്ല സ്യൂട്ടാവുന്ന ഒരു കോമ്പിനേഷനാണ് ഇക്കത്തിൻ്റെ ഒക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ. ഇത് നല്ല ബ്ലാക്ക് കളറിലാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്നത്. കോട്ടൺ ബോട്ടം ആണ് ഈ മെറ്റീരിയലിൽ പെയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ നോക്കി ഇതിന്റെ ഭംഗി പറയണം എങ്ങനെയാന്നുള്ളത്. നോക്കെ, ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും ആ ഭംഗി, ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കോമ്പിനേഷനിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. എന്നാലും അത് സെന്റർ പോർഷനിലെ ബ്ലാക്കും നമ്മുടെ ടോപ്പിലെ ആ വൈറ്റും ഒക്കെ കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് ഈ മെറ്റീരിയൽ. ഡാർക്ക് ബ്ലൂവിന്റെയും ലൈറ്റ് ബ്ലൂവിന്റെയും കോമ്പിനേഷനിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണിത്. ആ ഒരു ബ്ലൂവിന്റെ കോമ്പിനേഷൻ നല്ല എടുത്ത് അറിയാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണിത്. എന്ന് വെച്ചാൽ ആ ഒരു കോമ്പിനേഷന്റെ ഭംഗി എടുത്തറിയാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതിൽ വൈറ്റിന്റെയും ലൈറ്റ് ബ്ലൂവിന്റെയും ഡിസൈൻ ആണ് ഇക്കത്ത് ഡിസൈൻ വന്നിരിക്കുന്നത്. ബേസ് വരുന്നത് നേവി ബ്ലൂ ആണ്. ഇതിന്റെ ബോട്ടം കണ്ടോ, നല്ല അടിപൊളി ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. നല്ല ബ്ലൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളറാണ് ഈ മെറ്റീരിയലിൽ ബോട്ടം കളർ പെയർ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ബ്ലൂവിന്റെയും ഡാർക്ക് ബ്ലൂവിന്റെയും കോമ്പിനേഷൻ ഇത്ര അടിപൊളിയായിട്ട് ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. അത്ര ഭംഗിയുണ്ട്. ഇതിന്റെ ബോർഡർ വരുന്നുണ്ട്. അതിലൊരു ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂവിന്റെ ആ ഒരു വീവിങ് ഒരേപോലെ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം അറിയാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ ഈ ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ ഒരു ഷെയ്ഡിങ് വരുന്നുണ്ട്, ഒരു ലൈറ്റ് ഷെയ്ഡിങ്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ദുപ്പട്ട ഇത്തിരി ലൈറ്റ് ആണ്, അതിനേക്കാൾ ഇത്തിരിയും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡിൽ ഒരു ഡിസൈനിങ് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ്. ഈ ഒരു ഡാർക്ക് ബ്ലൂവിന്റെ കൂടെ ഈ ദുപ്പട്ട വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു വലിയ ടൈപ്പ് ഇക്കത്ത് ഡിസൈൻ വരുന്ന മെറ്റീരിയലാണിത്. ഇത് ബേസ് കളർ വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിലാണ് യെല്ലോയുടെയും വൈറ്റിന്റെയും ആ ഒരു ഇക്കത്ത് ഡിസൈൻ വന്നിരിക്കുന്നത്. ഒരു വേവ്സിന്റെ പോലുള്ള ഇക്കത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടേ, എത്ര വണ്ണമുള്ള ആൾക്ക് വേണമെങ്കിലും ഇത് സ്റ്റിച്ച് ചെയ്യാം. എനിക്കിത് വെച്ചപ്പോൾ തന്നെ താഴെ കാലിൻ്റെ അടുത്ത് വരെ ഈ മെറ്റീരിയൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ കുറവാണെന്ന് ആരും വിഷമിക്കേണ്ട. നല്ല ലെങ്തി ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതിന് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് യെല്ലോ കളറാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചായയുടെ ഒരു കളറില്ലേ, അതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഇത്തിരി ഒരു ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് കളർ എനിക്ക് പറഞ്ഞു തരാൻ അറിയാൻ വയ്യ, അതുകൊണ്ടാണ് ചായയുടെ കളർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ആ ടോപ്പിൽ വന്നിരിക്കുന്ന സെയിം യെല്ലോ തന്നെയാണ് ബോട്ടം കളർ. യെല്ലോയുടെയും ആ ടോപ്പിന്റെ ആ ഡിസൈനിന്റെയും കോമ്പിനേഷനിലാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. മറ്റു മെറ്റീരിയലിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ ഒരു ബോർഡർ ആണ്. അപ്പൊ അങ്ങനെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഇക്കത്ത് മെറ്റീരിയലാണ് ഇത്. റെഡ് ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഇക്കത്ത് മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഓൾ ഓവർ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ നോർമൽ റൗണ്ട് നെക്ക് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് തയ്ച്ചിട്ടാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമ്മുടെ ഓഫ് വൈറ്റ് കളറാണ്. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. ഇതും ഹാൻഡ് വീവൺ ആയിട്ടുള്ള കോട്ടൺ തന്നെയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കോമ്പിനേഷനിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ആ ദുപ്പട്ടയ്ക്ക് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോർഡറും ആ റെഡിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. അതിൽ ആ ഒരു ഓഫ് വൈറ്റ് കളർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ സെറ്റ് സാരീസ് ഒക്കെ ഇല്ലേ, സെറ്റ് സാരീസ് ഒക്കെ എല്ലാ ലേഡീസിനും ഭയങ്കര ഇഷ്ടമല്ലേ. എനിക്ക് ആ ഒരു ഫീലാണ് ഇതിന്റെ ആ ബോർഡറും സെന്റർ പോർഷനും ഒക്കെ കാണുമ്പോൾ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഈ മെറ്റീരിയലിൽ പെയർ ചെയ്തിരിക്കുന്നത്. നല്ല മാംഗോ യെല്ലോ കളറിലാണ് ഈ മെറ്റീരിയൽ വരുന്നത്. ഇതിൽ എത്ര ഡിസൈൻസ് വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടോ? ഇക്കത്തിന്റെ മേക്കിങ്ങിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. അതിന്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിരിക്കാം. ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. ഇത് മാത്രമല്ല കേട്ടോ, ഈ മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാൽ എന്ത് കംഫർട്ടാണെന്ന് അറിയാമോ? ഞാൻ ഉപയോഗിച്ച് നോക്കിയ ഒരാളായതുകൊണ്ടാണ് ഇത് പറയുന്നത്. എൻ്റെ മാത്രം അനുഭവമല്ല, ഞാൻ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസും കൂടി എടുത്തിട്ടാണ് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. ഇക്കത്ത് ഫാബ്രിക് നല്ല കംഫർട്ടബിൾ ആണ്. ഇത് ഫസ്റ്റ് വാഷിൽ നമുക്ക് ലൈറ്റ്ലി കളർ പോവും, അത് കഴിഞ്ഞ് കളർ പോവില്ല. ഇത് എൻ്റെ മാത്രമല്ല കസ്റ്റമേഴ്സിൻ്റെയും കൂടി റിവ്യൂ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ
സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് വാഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ അല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ഈ മെറ്റീരിയലിന് പെയർ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ബോട്ടമാണ്. ഞാൻ ഇതുവരെ കാണിച്ച മെറ്റീരിയലുകളിൽ നിന്ന് ഒരു പ്രത്യേകതയുണ്ട് ഈ മെറ്റീരിയലിന്റെ ദുപ്പട്ടയ്ക്ക്. ഇത് ബ്ലാക്കിന്റെയും യെല്ലോയുടെയും കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ഈ സെന്റർ പോർഷനിലെ ബ്ലാക്ക് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് പ്ലെയിൻ അല്ല, ഇതിലൊരു വൈറ്റ് കളർ ഇക്കത്ത് ഡിസൈനും കൂടി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്കിന്റെയും യെല്ലോയുടെയും കോമ്പിനേഷനാണ് ഈ മെറ്റീരിയൽ. നല്ല ട്രെൻഡി ആയ നമ്മുടെ വൈൻ കളറിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. ഇതിലും ഇക്കത്ത് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. റെഡിന്റെയും യെല്ലോയുടെയും ആ ഒരു ചെറിയ ചെറിയ ഇക്കത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ നല്ല സ്ലിം ആയിട്ട് തോന്നും. ഇത്തിരി വണ്ണുള്ളവരാണെങ്കിലും ഇത്തിരി സ്ലിം ആയിട്ട് തോന്നും, കാരണം ആ ഒരു മൈന്യൂട്ട് ഡിസൈൻസ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്ന ബോട്ടം ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളറിൽ നമ്മുടെ കൈത്തറിയിൽ ചെയ്ത ബ്ലാക്ക് ബോട്ടം. ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കോമ്പിനേഷനിലാണ് ഈ ദുപ്പട്ട വന്നിരിക്കുന്നത്. ഈ ദുപ്പട്ടയിലും ചെറിയ ഒരു ഇക്കത്ത് ഡിസൈൻ വരുന്നുണ്ട്. ബ്ലാക്ക് പോർഷനിൽ പ്ലെയിൻ അല്ല, അതിലും നല്ല മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇടയ്ക്ക് വന്നിരിക്കുന്നത്. പിന്നെ അതിനൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ബോർഡറിൽ ആ ഒരു വൈറ്റ് കളർ ഇക്കത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. എൻ പോർഷൻ നല്ലതായിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഈ മെറ്റീരിയലിൽ പെയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ബേസിലാണ്. അതിൽ യെല്ലോയുടെയും വൈറ്റിന്റെയും ഇക്കത്ത് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. 2.5 ലെങ്ത് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ കൂടുതൽ ലെങ്ത് കിട്ടുമെന്നാണ് തോന്നുന്നത്. നല്ല വീതിയുള്ള തുണിയാണ് കേട്ടോ, അതുകൊണ്ട് എത്ര വണ്ണമുള്ളവർക്ക് വേണമെങ്കിലും നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. ഇതിന്റെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുന്നത്. മാംഗോ യെല്ലോ കളറാണ് ബോട്ടം വരുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. യെല്ലോയുടെയും ബ്ലാക്കിന്റെയും കോമ്പിനേഷനിലാണ് നമ്മുടെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ലൊരു ബോർഡർ ആണ് ഈ ദുപ്പട്ടയ്ക്കും കൊടുത്തിരിക്കുന്നത്. എൻ പോർഷനിൽ നമ്മുടെ ടോപ്പിന്റെ സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട്. നല്ല കോൺട്രാസ്റ്റ് കോമ്പിനേഷനുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഇക്കത്ത് മെറ്റീരിയൽ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മെറ്റീരിയൽസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാം. പിന്നെ ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം ഞാൻ പറയുകയാണ്, ഈ മെറ്റീരിയൽസ് എല്ലാം ഓരോന്ന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ആദ്യമേ ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും മെറ്റീരിയൽ കിട്ടുക. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോവേഴ്സ് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ഓപ്ഷൻ പ്രസ് ചെയ്തിട്ടില്ലാത്തവർ ഫോളോ പ്രസ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോണുള്ള ഓൾ പ്രസ് ചെയ്യണം. നേരത്തെയുള്ള നമ്മുടെ ഇക്കത്ത് മെറ്റീരിയൽസിൽ നിന്നും നമ്മൾ കുറച്ച് ഡിഫറൻസ് ഈ മെറ്റീരിയൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഇതേപോലെ കുറച്ച് വെറൈറ്റി റെയർ കളക്ഷൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാനെത്തും. അതുവരെ ബൈ, ടേക്ക് കെയർ.